എല്ലാവരുടെ ഒപ്പീനിയൻ എടുത്ത് നോക്കുക. നമ്മൾ 1% പോലും നമ്മൾ എക്സ്പെക്ടേഷൻ്റെ ഒരു 10% പോലും നമുക്ക് ഇതിനകത്തൊരു റിസൾട്ട് വന്നിട്ടില്ല എന്ന്. അതൊക്കെ ഓക്കെയാണ്. വേറെ പടം വൈസ് മൊത്തത്തിൽ ഒന്ന് സ്ട്രോങ് ആക്കാറ്. അജിത്തിന്റെ ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി. ഹെവി മാസ് ഞാൻ പറയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസിന് മേ ബി ഒരു ഡിസപ്പോയിന്റഡ് ആയിരിക്കും. കർശയല്ല, ഇത് വാടാമേർച്ചി എന്നുള്ള രീതിയിലായിപ്പോയി. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആർക്കും എല്ലാവരുടെ ഒപ്പീനിയൻ എടുത്ത് നോക്കുക. നമ്മൾ 1% പോലും നമ്മൾ എക്സ്പെക്ടേഷൻ്റെ ഒരു 10% പോലും നമുക്ക് ഇതിനകത്തൊരു റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളത്. ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അജിത്തിൻ്റെ ഒരു പടത്തിൽ നമ്മൾ കാണുന്ന ഒരു ഫീലൊന്നും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ലാഗാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടക്കാലങ്ങൾ കണ്ട ഏറ്റവും വലിയ ലാഗ്. ഒരു രക്ഷയില്ല. മേക്കിംഗ് ഒക്കെ കൊള്ളാം. നമ്മൾ പടം കാണുമ്പോൾ അതിൻ്റെ നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് പറയുകയും പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് പറയുകയും ചെയ്യുക. കാരണം ഇതിനകത്ത് ആകെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓക്കെയാണ്. അസർബൈജാൻ എന്ന രാജ്യത്തിനെ നമുക്ക് ചിത്രീകരിച്ചിട്ടുണ്ട്. വിഷ്വലൈസിങ് ഓക്കെയാണ്. ഇത് കാണാൻ വേണ്ടി മാത്രം നമ്മൾ പടം കാണുമെന്നുള്ള ചിന്താഗതിയാണ് സ്വാഭാവികമായിട്ട്. നമ്മൾ എക്സ്പെക്ടേഷൻ്റെ ഒരു 10% പോലും നമുക്ക് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഒരു ബിഗ് ഫ്ലോപ്പ്. കടവുളി അജിത്ത് എന്ത് പറയാണ്ട് തല ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. എന്തൊക്കെ പറഞ്ഞാലും പടം വൈസ് നോക്കുമ്പോൾ മകത്തിന് വേണ്ടി മുമ്പത്തെ പടം വൈസ് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം ഒരു ആവറേജ് ഇതേ ഉള്ളൂ. പക്ഷേ തലേനെ മുമ്പിറങ്ങി 2 പടം വൈസ് നോക്കുമ്പോൾ കിടിലം പടം തന്നെയാണ്, വേറെ ലെവലൊന്നുമില്ല. പക്ഷേ നമുക്ക് മേക്കിങ്ങും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഒരു ആവറേജ് നമുക്ക് ഫീൽ ചെയ്തോളൂ. ഭയങ്കരമായ ഒരു റേഞ്ച് നമുക്ക് തോന്നിയില്ല, ഒരു ആവറേജ് ഇതേ ഉള്ളൂ. കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം അത്രയാണ്. അതൊക്കെ ഓക്കെ. അവർ കോംബോ സ്ക്രീൻ ഒക്കെ വേറെ ലെവലാണ്. പക്ഷേ പടം വൈസ് നോക്കുമ്പോൾ ഒരു ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മിസ്റ്റേക്കുകളുണ്ട്. ഭയങ്കരമായ പടം എന്ന് പറയാൻ പറ്റൊന്നുമില്ല. സ്ലോ പൈസ് തന്നെയാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ലാഗ് വരും. പിന്നെ മ്യൂസിക് സെയിം മ്യൂസിക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോയത് ആ ഒരു പോലെയുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നുമില്ല, സെയിം മ്യൂസിക് തന്നെ റിപ്പീറ്റ് ക്ലൈമാക്സ് വരെ കൊണ്ടുപോയി. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ ഓക്കെയാണ്. വേറെ പടം വൈസ് മൊത്തത്തിൽ ഒന്ന് സ്ട്രോങ് ആക്കായിരുന്നു, അത്രയേ ഉള്ളൂ. ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്കാം, തടൻ ലെവലിലൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അതിനെ കൊണ്ട് നശിപ്പിച്ചാൽ അത്രയേ ഉള്ളൂ. നല്ലൊരു മൂവി ആയിരുന്നു. കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. പിന്നെ നമുക്കൊരു ഒരു ഷോർട്ട് ഫിലിം വൈബ് മാത്രമേ നമുക്കത് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്നാലും കൊള്ളാം, നല്ലൊരു കണ്ടിരിക്കാം. അജിത്തിൻ്റെ ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി. കാണേണ്ടതാണ്, 1 ടൈം വാച്ചാണ്. നല്ലൊരു മൂവി തന്നെയാണ്. ഫൈറ്റൊക്കെ നല്ല രീതിക്ക് കൊറിയോഗ്രാഫ്ഡാണ്. നല്ല ഫൈറ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സോങ്സ്, നല്ല ഒരു അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. അനിരുദ്ധിൻ്റെ ആ ഒരു പവർ ഇതിൽ ഫീൽ ചെയ്തില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. എന്നാലും അജിത്തൊരു പാവപ്പെട്ട മോഡായി പോയോ എന്നൊരു സംശയം, അത്രയേ ഉള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല സൗണ്ട് ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. പിന്നെ ആ ഒരു നല്ല മൂഡാണ്. കൊള്ളാം, നല്ലൊരു ഇതാണ്. നല്ല പടമാണ്. എനിക്ക് തോന്നുന്നു നല്ല സ്റ്റോറി ബേസ്ഡ് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് അടിപൊളി പടമാണ്. അജിത്തിനെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഒരു ഡിഫറെൻറ്റ് വേസിൽ, കാരണം എല്ലാ ഗ്ലാമർ അറിയാമല്ലോ അജിത്തിൻ്റെ ലുക്കും കാര്യങ്ങളും. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു പടം. കൃഷിയായാലും നല്ല പാറ്റേൺ സ്റ്റോറി വന്നൊരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. ഓൾറെഡി നമ്മൾ ഈ സ്റ്റോറി ഹോളിവുഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അർജുനായിരുന്നാലും അനിരുദ്ധ് ആയിരുന്നാലും മ്യൂസിക് ആയിരുന്നാലും ഇഷ്ടപ്പെടും. നല്ല സിനിമയാണ്. ഇഷ്ടപ്പെടും. ഫൈറ്റ് എനിക്ക് തോന്നുന്നു അജിത്ത് സെക്കൻഡ് ഹാഫിലാണ് മോസ്റ്റ്ലി ഫൈറ്റിൻ്റെ സീനിലോട്ട് വന്നിട്ടുള്ളത്. ബാക്കി ഫസ്റ്റ് ഹാഫ് മൊത്തം സ്റ്റോറി ഒരു മോഡുലേഷനിലാണ് പോകുന്നത്. സ്റ്റോറി ആൾക്കാരെ പിടിച്ചിരുത്തി എങ്ങനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഹെവി മാസ് ഞാൻ പറയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസിന് മേ ബി ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. കാരണം ഹെവി മാസ് വരുന്നത് സെക്കൻഡ് ഹാഫ് വന്നിട്ട് ബെസ്റ്റർ ആയിരിക്കും.